എന്താണ് ഖബറിൽ ഒരു മനുഷ്യരെ കൊണ്ടുപോയി വെച്ചാൽ ഖബറിൽ ആദ്യം നടക്കുന്ന അത്ഭുത പ്രതിഭാസം എന്താണ്? ഖബറിൽ ആദ്യം നടക്കുന്ന സംഭവം എന്താണ്? പഠിച്ചു വെക്കണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, മാ അവ്വലു മാ യൽഖൽ മയ്യിതു ഇദാ ദഖല ഖബ്റഹു. ഒരു മനുഷ്യൻ അവനെ ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ചാൽ ഖബറിൽ ആദ്യമായി അവൻ അഭിമുഖീകരിക്കുന്ന വിഷയം ഏതാണ്? ആദ്യമായി കണ്ടുമുട്ടുന്ന പ്രതിഭാസം എന്താണ്? ഒരിച്ചിരി നീക്കിയേക്ക്, സ്വല്പം മതി. അൽഹംദുലില്ലാഹ്. ഖബറിൽ ആദ്യമായി കണ്ടുമുട്ടുന്ന പ്രതിഭാസം എന്താണ്? എന്താണ് ഖബറിൽ ആദ്യമായി കണ്ടുമുട്ടുക? ആരോടാണ് ചോദിക്കുന്നത്? സയ്യിദുനാ റസൂലുള്ളാഹി. ആരാണ് ചോദിക്കുന്നത്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. ഉറക്കെ പറയിൻ. ആ സ്വഹാബിയാണ്. കൊച്ചാപ്പാടെ പേര് കേട്ടോലെ അനങ്ങാതിരിക്കേണ്ട, ഉറക്കെ പറയും. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അവരെ കുറിച്ചൊക്കെ പറയാൻ ഒരുപാട് പറയണം. പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമായ ഖുർആൻ ഇടയ്ക്കിടയ്ക്ക് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് ഓദിക്കാറുണ്ടായിരുന്നു. ഹദീസിൽ കാണാം. എന്നിട്ട് പരിശുദ്ധ പ്രവാചകൻ ഇങ്ങനെ കരയും. സുബ്ഹാനല്ലാഹ്, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ ഓത്തുകേട്ടുകൊണ്ട് فكيف إذا جئنا من كل أمة بشهيد وجئنا بك على هؤلاء شهيدا. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൻ നിസായിലെ 41-ാമത്തെ വചനമാണ്. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് വിശുദ്ധമായ ഖുർആൻ ഓതാൻ ആവശ്യപ്പെടുകയാണ്. മനോഹരമായ ശബ്ദത്തിൽ സൂറത്തുൻ നിസാ പാരായണം ചെയ്തുകൊണ്ടിരിക്കവേ 41-ാമത്തെ ആയത്തെത്തിയപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആദരവായ പ്രവാചകരിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ്. ഏങ്ങിക്കരഞ്ഞുകൊണ്ട് റസൂലുള്ള നിലകൊള്ളുകയാണ്. കണ്ണുനീര് ധാരധാരയായി പൊഴിക്കുകയാണ്. കാരണം വല്ലാത്ത അർത്ഥമാണ് ആയത്തിനുള്ളത്, വല്ലാത്ത അർത്ഥമാണുള്ളത്. ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജിനാ ബിക അലാ ഹൗലാഇ ഷഹീദാ. 1,24,000 അംബിയാ മുർസലീങ്ങൾ അതത് സമുദായക്കാരുമായി നാളെ ഇതാ മഹ്ശറയിൽ കത്തിച്ചൊലിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ ദർബാറിൽ വിചാരണയ്ക്ക് വേണ്ടി നിലകൊള്ളുമ്പോ ഓരോ പ്രവാചകന്മാരും അതത് സമുദായക്കാരുമായി മഹ്ശറയിലേക്ക് കടന്നു വരുമ്പോ തങ്ങളുടെ സമുദായവുമായി കടന്നു വരുന്ന രംഗം നബിയേ നബിയേ തങ്ങളെന്ന് ഓർക്കണേ എന്ന അർത്ഥം വരുന്ന ആയത്തങ്ങ് കേട്ടപ്പോ ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരയുകയാണ് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അങ്ങനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിശുദ്ധമായ ഖുർആൻ ആവശ്യാനുസരണം ഇടയ്ക്കിടയ്ക്ക് ഓതിക്കൊടുത്ത മഹാനാണ് ആര്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. നബി അദ്ദേഹത്തിൽ നിന്ന് ഓത്ത് കേൾക്കണമെങ്കിൽ അദ്ദേഹം മനസ്സിലാക്കണം. പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ് വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടത്. അല്ലേ? ഇന്നാ നഹ്നു നസ്സൽന الذിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. പരിശുദ്ധമായ ഖുർആൻ ലോകാവസാനം വരെ നിലനിൽക്കുന്ന വിശുദ്ധമായ ഖുർആൻ ആർക്കായി ഇറക്കപ്പെട്ടത്? നബി തങ്ങൾക്ക്. അൽഹംദുലില്ലാഹ് അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്. അൽഹംദുലില്ലാഹി അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്. തന്റെ ദാസന്റെ കൈവശം വിശുദ്ധമായ ഖുർആൻ ഇറക്കിയ അല്ലാഹുവിനാണ് സർവസ്തുതിയും.
ആരാണ് ഈ അബ്ദ്? ആരാണ് ഈ അബ്ദ്? മുഹമ്മദുർ റസൂലുള്ളാഹി. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലാ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സാ. പരിശുദ്ധമായ മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസ് ആകുന്ന പരിശുദ്ധമാക്കപ്പെട്ടതായ ബൈത്തുൽ മുഖദ്ദസിലേക്ക് രാപ്രയാണം നടത്തിയതാകുന്ന അടിമയെ രാപ്രയാണം നടത്തിയ അല്ലാഹുവിനാണ് സർവസ്തുതിയും. അബ്ദ്, ഇവിടെ അബ്ദ് എന്നാണ് പ്രയോഗിച്ചത്. ആരാണ് ഈ അബ്ദ്? മുഹമ്മദുർ റസൂലുള്ളാഹി. ഇനി അബ്ദ് ആരാണെന്നുള്ളത് നേരെ വ്യക്തമാക്കിയ ആയത്തുണ്ട്. ഇപ്പൊ അതിലേക്ക് പോകുന്നില്ല, ഒരുപാട് ആയത്ത് ഇങ്ങനെ ഓതി നമ്മള് നമ്മുടെ വിഷയത്തിൽ നിന്ന് തെന്നിപ്പോകും. അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ലാ. തങ്ങളുടേതാകുന്ന നമസ്കാരത്തെ പിന്തിരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് ഒട്ടകത്തിന്റെ കുടൽമാല തോളിലിട്ടിക്കൊണ്ട് പ്രയാസപ്പെടുത്തിയതാകുന്ന മനുഷ്യനെ കാണുന്നില്ലയോ? അടിമയുടെ നമസ്കാരത്തെ ബുദ്ധിമുട്ടിച്ചതാകുന്ന ആളിനെ കാണുന്നില്ലയോ? അബൂ ജഹൽ ലഅനത്തുല്ലാഹി അലൈഹിയെ കാണുന്നില്ലയോ? യൻഹാ, അവൻ നിരോധിക്കുകയാണ്, അവൻ നമസ്കാരത്തിന് തടയുകയാണ്. അബ്ദൻ ഇദാ സ്വല്ലാ. ഒരടിമയെ, ആരാണ് ഈ അടിമ? ചരിത്രം വ്യക്തമാണ്. ആരാണിത്? മുഹമ്മദ് റസൂലുള്ളാഹി. ഇതൊന്നുമല്ല, നേരിട്ട് നബിതങ്ങൾക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നസ്സൽനാ അലൈക്കൽ ഖുർആന തൻസീല, നാം ഇറക്കി തങ്ങൾക്ക് വിശുദ്ധമായ ഖുർആനിനെ അവതരിപ്പിച്ചു. വിശുദ്ധമായ ആയത്ത്. അപ്പൊ അതിലേക്ക് പോകുന്നില്ല, അത് ഒരുപാട് വേറെ വിഷയം അതുമായി പറഞ്ഞത് യൂട്യൂബിലുണ്ട്, നിങ്ങൾ കേൾക്കുക. ഖുർആനുമായി ബന്ധപ്പെട്ടിട്ട് അല്ലാഹു തൗഫീഖ് തരട്ടെ. ഞാൻ തിരിച്ചു വരുന്നു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. നമ്മൾ ഈ വിഷയം തന്നെ പൂർത്തീകരിക്കാൻ തന്നെ ഭയപ്പെടുകയാണ്, സമയം തികയുമോ ഓർത്തിട്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ മറ്റുള്ളതിലേക്ക് പോകുന്നില്ല. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, നബിയേ മാ അവ്വലു മാ യൽഖൽ മയ്യിതു ഇദാ ദഖല ഖബറഹു. ഒരു മനുഷ്യനെ കൊണ്ടുപോയി ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ ഖബറിൽ ആദ്യമായി അഭിമുഖീകരിക്കുന്ന വിഷയം ഏതാണ്? ഖബറിൽ ആദ്യമായി കണ്ടുമുട്ടുന്നതായ അവസ്ഥ എന്താണ്? ആദ്യമായി ഖബറിൽ കണ്ടുമുട്ടുന്ന അത്ഭുതം. ഉടനെ അല്ലാഹുവിന്റെ റസൂൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഇബ്നു മസ്ഊദ് മാ സഅലനി അൻഹു ഇല്ലാ അൻത. ഈ ഒരു ചോദ്യം ആദ്യമായിട്ടാണ് എന്നോട് ഒരാൾ ചോദിക്കുന്നത്, അത് നീയാണ്. നല്ല ചോദ്യമാണത്. നീയാണ് ആദ്യമായിട്ട് എന്നോട് ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്. ഇതുവരെ ആരും എന്നോട് ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. നല്ല ചോദ്യം. ഖബറിൽ എന്താണ് ആദ്യമായി നേരിടുന്ന അവസ്ഥ എന്താണ്? എല്ലാവരും ഒരു മനുഷ്യനെ കൊണ്ടുപോയി ഖബറിൽ വെച്ചാൽ അവൻ ആദ്യം അഭിമുഖീകരിക്കുന്ന വിഷയം എന്താണ്? ആദ്യം കണ്ടുമുട്ടുന്നത് ആരെയാണ്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഈ പറയുന്ന സംഭവം, ഇതേ ചോദ്യം ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം എടുത്തുദ്ധരിച്ചത് ഈ സംഭവമാണ്, ഈ ഹദീസാണ്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് ഫതാവൽ ഹദീസയിൽ 19ാമത്തെ പേജിൽ കിടപ്പുണ്ട്. മറുപടി കൊടുത്തത് ഫതാവൽ ഹദീസിലുണ്ട്. ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് അദ്ദേഹം കൊടുത്ത മറുപടിക്കാണ് ഫതാവൽ ഹദീസിയ. അതിലെ 19ാമത്തെ പേജിൽ ഞാൻ ഈ പറയുന്ന ഹദീസുണ്ട്. മറുപടി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവ്വലു മാ യൽഖൽ മയ്യിതു ഇദാ ദഖല ഖബറഹു മലകുൻ ഇസ്മുഹു റൗമാൻ. ആദ്യമായി ഒരു മനുഷ്യനെ ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ചു കഴിഞ്ഞാൽ ഖബറിൽ ആദ്യമായി കടന്നു വരുന്നത് റൗമാൻ എന്ന മലക്കാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ആദ്യമായി ഖബറിൽ വരുന്ന മലക്കിന്റെ പേര് എന്താണ്?
റുമ്മാമ്പഴമല്ല, അതാണ് ആകെ അറിയാൻ നമുക്ക്. റൗമാൻ എന്ന മലക്കാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതൊക്കെ പഠിച്ചു വെച്ചോ, മനസ്സിലായിക്കോ. മുങ്കർ നക്കീർ അലൈഹി സ്വലാമുക്കൊക്കെ മുമ്പ് ആദ്യം വരുന്നത് ആര്? റൗമാൻ എന്ന മലക്കാണ് ഖബറിലേക്ക്. എന്തിനാണ് അദ്ദേഹം വരുന്നത്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, റൗമാൻ എന്ന മലക്ക് വന്നുകൊണ്ട് അവനോട് പറയുമത്രേ, യാ ഖബറിലേക്ക് 3 തുണി കഫൻ പുടവയുമായി അടക്കപ്പൻ ചെയ്യപ്പെട്ടതായ മനുഷ്യനെ ഖബറിൽ നിന്ന് വിളിച്ചുണർത്തിക്കൊണ്ട് ഇതാ റൗമാൻ എന്ന മലക്കവനോട് തുടങ്ങുകയാണ്. ഖബറിലേക്ക് ചെല്ലുമ്പോൾ തന്നെ തുടങ്ങുന്ന സംഭവമാണ്. മലക്കവനെ വിളിച്ചുണർത്തിക്കൊണ്ട് പറയുകയാണ്, യാ അബ്ദല്ലാഹ്, യാ അബ്ദല്ലാഹ്, അല്ലയോ അല്ലാഹുവിന്റെ അടിമേ ദാസ, ഉക്തുബ് അമലക, നീ നിന്റെ സർവ്വ അമലുകളും രേഖപ്പെടുത്തണേ, രേഖപ്പെടുത്തണേ. എല്ലാ അമലുകളും നിന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള സർവ്വ നന്മ തിന്മകളും വേഗം എഴുതിക്കോ എന്ന് പറയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇരിക്കാനൊന്ന് സൗകര്യം ചെയ്ത് കൊടുക്കണേ. ഒന്ന് അടുത്തിരുന്നാല് കുറച്ചുപേരൊക്കെ അവിടെ നിൽക്കുന്നവരുണ്ട്, ഇരുന്നോളി. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആ ദൂരെ നിൽക്കുന്നവരൊക്കെ സീറ്റ് വേണ്ടവർ കുറച്ചുപേര് വരും. അവിടെ കുറച്ച് സീറ്റ് ഉണ്ട്, മണലിൽ വരിയിരിക്കാം. അള്ളാഹു കബൂലാക്കട്ടെ. മണല് പറ്റുമെന്ന് ഓർത്തിട്ട് ബുദ്ധിമുട്ടാണോ? ഈ മണലിന് അടിയിലോട്ട് പോകാനുള്ളവരാണ് നമ്മൾ, അത് മനസ്സിലായിക്കോ. അങ്ങനെ ബുദ്ധിമുട്ടൊന്നും നമ്മൾ നിൽക്കണ്ട. ഇപ്പൊ നമ്മൾ നിന്നിട്ട് നമ്മുടെ ശരീരത്തിൽ അല്പം മണല് പറ്റുന്നു, പടച്ചവനെ എന്ന് പറഞ്ഞ് തട്ടിക്കളയണ്ട. നിന്നെ കബറിൽ കൊണ്ടുവച്ചിട്ട് നിന്റെ കുടുംബാദികൾ വന്ന് നിന്റെ കൈ ഇങ്ങനെ മണ്ണ് കോരിയെടുത്തിട്ട് നിന്റെ മുഖത്തിടുന്ന ഒരു ദിവസം വരും. സയ്യിദുനാ റസൂലുള്ളാഹി. നിന്റെ തലഭാഗത്ത് കൊണ്ടുവന്ന് മിൻഹാ ഖലഖനാകും, ആദ്യത്തെ പിടി. രണ്ടാമത്തേത് ഫീഹാ നുഈദുകും, നിന്റെ നെഞ്ചത്ത് നിന്റെ നടുഭാഗത്ത് കൊണ്ടുവന്നിടും. നിന്റെ കാലിന്റെ ഭാഗത്ത് ഫീഹാ നുഖ്രിജുകും താറത്തൻ നുഖറ, 3 പിടി മണ്ണ് കൊണ്ടുവന്ന് മുഖത്തിടും. മനസ്സിലാക്കി? അങ്ങനത്തെ ഒരു ഘട്ടം വരും. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്ത് പോലും ഇതേപോലെ കബറടക്കിയിട്ടിട്ടില്ലേ? അതിനപ്പുറത്തേക്ക് എന്താണ്? ചിന്തിച്ചോ. അതുകൊണ്ട് മണ്ണല് പറ്റൊന്നും ഓർത്ത് വിഷമിക്കണ്ട, കുറച്ചേരം ഇരിക്കുന്ന. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ബിമാ ഉമ്മയുടെ ചാരത്താണ് ഷഹീദ് മാഹീൻ അബൂബക്കർ വലിയുള്ളാഹിയുടെ സൗദത്തിലാണ്. അള്ളാഹുരുടെ തണൽ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ഹിഫുദും ഹിമായത്തിലുമായി അള്ളാഹു നമ്മുടെ ജീവിതത്തെ വഴി നടത്തട്ടെ. നല്ലതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചോളി. ആദ്യമായി ഖബർ വരുന്ന മലക്കിന്റെ പേര് റൗമാൻ. അദ്ദേഹം വന്നിട്ട് പറയും, നിന്റെ ജീവിതത്തിൽ നീ ചെയ്തിട്ടുള്ള എല്ലാ അമലുകളും രേഖപ്പെടുത്തുക, എല്ലാം എഴുതണം. മൊത്തം എഴുതണം. ഖബറിൽ എവിടെ ഇരുന്ന് എഴുതാൻ? വല്ല പേനയും കടലാസും വല്ല ഉണ്ടോ? ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അവൻ പറയുമത്രേ, എല്ലാ ദാസന്മാരും പറയുമത്രേ, മാമഈ ദവാതുൻ വലാ ഖിർതാസ് വലാ ഖലം, എന്റെ കയ്യിൽ പേനയില്ലല്ലോ, എന്റെ കയ്യിൽ മഷിക്കുപ്പിയില്ലല്ലോ, എന്റെ കയ്യിൽ കടലാസില്ലല്ലോ. എങ്ങനെ എഴുതാനാണ്? പേനായി മഷിക്കുപ്പിയൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഒരുപാട് എഴുതാണ്ടായിരുന്നു. അങ്ങനെയാണല്ലോ, സ്കൂളിൽ പോകുമ്പോഴും ഇതേ ശൈലിയാണ്. എസ് എഴുതണം സാറേ, നമ്മുടെയും പേനായും പേപ്പറും ഒന്നും ഇല്ല. അന്നും ഇന്നും ഒരേപോലെ. അവിടെ രക്ഷപ്പെടാൻ പറ്റുമോ? സ്കൂളിലാണെങ്കിൽ പിന്നെ എന്നാ നാളെ നീ കൊണ്ടുവരണമെന്നെങ്കിലും പറയും. അവിടെ രക്ഷപ്പെടില്ല. അവിടെ പറയുന്ന മറുപടി ഇതാ, കേട്ടോ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, റൗമാൻ എന്ന മലക്കുടനെ അവരോട് പറയുമത്രേ, കഫനുക ഖിർതാസുക വയസ്ബഉക ഖലമുക വമിദാദുക റീഖുക. നമ്മളെ മരിച്ചാൽ കഫൻ ചെയ്തുകൊണ്ട് മയ്യത്ത് നമസ്കരിച്ച് കുളിപ്പിച്ച് കൊണ്ടുവന്ന് ഖബറടക്കി കഴിയുമ്പോ ആദ്യമായി ഖബറിൽ നടക്കുന്ന പ്രതിഭാസമാണ്, സംഭവമാണ്. കാതുകൊടുത്ത് കേൾക്കണേ ചെറുപ്പക്കാരാ, ഒന്ന് സാഗൂതം ശ്രദ്ധ ചെലുത്തണേ ഉമ്മ. ഇത് വരാൻ അധിക സമയം വേണ്ടതില്ല. ഞാൻ ഈ പറയുന്ന വിഷയം നിങ്ങൾക്ക് നാളെ അമൽ ചെയ്യാനുള്ള കാര്യമാണ്. നാളെ ജീവിതത്തിൽ
ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന കാര്യമാണ്. ഞാനൊരു നമസ്കാരത്തിന്റെ അമൽ മസല പറഞ്ഞാൽ അത് അമൽ ചെയ്യണമെങ്കിൽ സുബഹി വരെ കാത്തിരിക്കേണ്ടി വരും. ഞാൻ നിങ്ങൾക്കൊരു ഹജ്ജിന്റെ മസല പറഞ്ഞാൽ അത് അമൽ ചെയ്യാൻ അടുത്തതിന്റെ സമയം വരെ കാത്തിരിക്കേണ്ടി വരും. ഞാനൊരു സക്കാത്തിന്റെ മസല പറഞ്ഞാൽ അതിനൊരു വർഷം തികയാൻ നിങ്ങൾക്ക് കാത്തിരിക്കേണ്ടി വരും. എന്നാൽ ഈ പറയുന്ന ഖബറിന്റെ മസല അടുത്ത സെക്കൻഡിൽ മരിച്ചാൽ ജീവിതത്തിൽ വരുന്നതാണ്. അതുകൊണ്ട് കാതു കൊടുക്കണേ സോദരാ, നിസാര കാര്യമല്ല, ഗൗരവമുള്ള വിഷയമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കഫൻ പുടവേദ അവനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റഹ്മാൻ എന്ന മലക്കവരോട് പറയുമത്രേ, കഫനുക ഖിർതാസുക, നിന്റെ ഈ 3 തുണി കഫൻ പുടവയില്ലയോ അതാണ് നിന്റെ കടലാസ്, അതാണ് നിനക്ക് എഴുതാറുള്ള പേപ്പർ. വൈസുബക ഖലമുക, നിന്റെ വിരലിന്റെ തുഞ്ചം അത് നിനക്കുള്ള പേരയാണ്. തീർന്നില്ല. വമിദാദുക റിഖുക, നിന്റെ വായിൽ കിടക്കുന്ന ഉമനീര് അതാണ് നിനക്കുള്ള മഷി. ആ ഉമനീരാകുന്ന വായിൽ കിടക്കുന്നതാകുന്ന ഉമനീര് അത് മഷിക്കുപ്പിയായി മനസ്സിലാക്കിക്കൊണ്ട് അതിലേക്ക് നിന്റെ വിരലിന്റെ തുഞ്ചമാകുന്ന പേരയൊന്ന് മുക്കിക്കൊണ്ട് ഈ 3 തുണി കഫംപടയിലേക്ക് നീ എഴുതണേ. വല്ലാത്തൊരു രംഗമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ സോദരാ, ഈ ദുനിയാവിൽ കോടിക്കണക്കിന് സമ്പത്തിന്റെ ആസ്തിയുള്ളതാകുന്ന സോദരനാണ്, ഒരുപാട് ബോട്ടുകൾ സ്വന്തമായിട്ടുള്ളതാകുന്ന ചെറുപ്പക്കാരനാണ്, ഒരുപാട് കച്ചവട സമുച്ചയമുള്ള മനുഷ്യനാണ്. ഖത്തറിലും ദുബൈയിലും ബഹ്റൈനിലും ഒമാനിലുമൊക്കെ യുഎഇയിലുമൊക്കെ ഒരുപാട് കെട്ടിടങ്ങൾ ഉള്ളതാകുന്ന മനുഷ്യനാണ്, ഒരുപാട് കച്ചവടത്തിൻ്റെതാകുന്ന തിരക്കിലൂടെ ജീവിച്ചതായ മനുഷ്യനാ. കോടിക്കണക്കിന് ആസ്തിയുണ്ട്. പക്ഷേ ഖബറിലേക്ക് പോകുമ്പോ വെറും കയ്യോടുകൂടി പോവുകയാണ്. ആകെയുള്ള 3 തുണി കഫംപുടയിലേക്ക് അവന്റെ വിരലിലെ ഉമനീര് മുക്കിക്കൊണ്ട് സർവ നന്മ തിന്മകൾ മുഴുവൻ രേഖപ്പെടുത്തുകയാണ്. ആദരവായ പ്രവാചകനെ പറയുകയാണ്, ഫയക്തുബു ഹസനാതിഹി വസയ്യാതിഹി കയൗമിൻ വാഹിദ്, ഒരൊറ്റ ദിവസം ചെയ്തതാകുന്ന പ്രവർത്തനങ്ങൾ പോലെ എല്ലാ നന്മ തിന്മയും ആ കബലിരുന്നു കൊണ്ട് കഫം പുടയിലേക്ക് ഉമനീര് വിരൽ മുക്കിക്കൊണ്ട് സർവ നന്മ തിന്മകളും രേഖപ്പെടുത്തുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. എല്ലാം എഴുതിയിട്ടേ പോകാൻ പറ്റുള്ളൂ. ഇവിടെ നിനക്ക് എസ് എഴുതണമെന്ന് പറയുമ്പോഴത്തേക്കും ഉഴപ്പിയുന്ന പരിപാടിയൊന്നും അവിടെ നടക്കൂല. നിന്റെ ജീവിതത്തിൽ പ്രായപൂർത്തിയെത്തിയ സമയം മുതൽക്ക് നീ ഈ കാലം അത്രയും ചെയ്തു വെച്ചതും കാട്ടിക്കൂട്ടിയതുമാകുന്ന എല്ലാ നന്മ തിന്മ പ്രവർത്തനങ്ങളും മുഴുവനും രേഖപ്പെടുത്താതെ ഖബറിൽ നിന്ന് നിന്നെ വിടൂല സയ്യിദുനാ റസൂലുള്ളാഹി. എല്ലാം എഴുതാൻ പറയും. അല്ലാഹു കാക്കട്ടെ. ആ ഒരു അവസ്ഥ എന്താണ് ചിന്തിക്ക് നോക്ക്. ഇന്നത്തെ ഒരു ദിവസം നേരം വെളുത്ത് സുബഹി മുതൽക്ക് ഇതുവരെയുള്ളതെന്ന് എഴുതാൻ പറഞ്ഞാൽ തന്നെ എത്ര കിടക്കുന്നത്, എത്ര പേപ്പർ വേണ്ടി വരും? ഡോക്ടർ ഡെയിൽ എന്ന് പറയുന്ന വലിയൊരു തത്വചിന്തകൻ അദ്ദേഹം എഴുതി വെച്ചു, ഒരു മനുഷ്യൻ, മുസ്ലിം എന്നില്ല, ഏത് മനുഷ്യനായിക്കോട്ടെ, അവന് 2 ആഴ്ച സംസാരിക്കുന്ന ഭാഷ മുഴുവനും ഒന്ന് എഴുതി വെച്ചാൽ, ആ സംസാരം മുഴുവനും ഒന്ന് എഴുതി വെച്ചാൽ 500 പേജുള്ള പുസ്തകം രചിക്കാൻ പറ്റും. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളൊക്കെ ഒരുപാട് പുസ്തകം രചിച്ചവരാകും. അങ്ങനെ നോക്കുകയാണെങ്കിൽ എങ്ങനെ 2 ആഴ്ചയിലുള്ള നമ്മുടെ സംസാരം മുഴുവനും ഒന്ന് രേഖപ്പെടുത്തി വെച്ചാൽ 500 പേജുള്ള പുസ്തകം റെഡിയാണ്. 2 ആഴ്ചയിലെ സംസാരം മാത്രം, നമ്മുടെ രാവും പകലുമുള്ള സംസാരം ഒരുപാട് ആളുകളെ പഠന വിധേയമാക്കിയിട്ട് അദ്ദേഹം എഴുതിയ വലിയ തത്വചിന്തകനാണ് ഡോക്ടർ ഡെയിൽ. അദ്ദേഹം അഭിപ്രായപ്പെട്ടതാണ്. ശരിയാണ്. നമ്മൾ ഈ സംസാരിക്കുന്നത് കലവില എപ്പോഴും സംസാരം തന്നെയല്ലേ ഉള്ളൂ. എന്തെങ്കിലും നന്മ നമ്മുടെ ചുണ്ടിലുണ്ടോ? ദിക്ർ ചെല്ലുന്നുണ്ടോ? സുബ്ഹാനല്ലാഹ് ചെല്ലുന്നുണ്ടോ? സുബ്ഹാനല്ലാഹയുടെ മഹിമേറിയോ? വമാ സുബ്ഹാനല്ലാഹ്, ഒരു സുബ്ഹാനല്ലാഹയുടെ ശ്രേഷ്ഠത എന്താ? തംലഉ ബൈന സമാഇ വൽ അർള്, 7 ആകാശവും 7 ഭൂമിയുടെ അടിത്തട്ട് വരെ നിറയും ഒരൊറ്റ സുബ്ഹാനല്ലാഹയുടെ ശ്രേഷ്ഠത എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞൊന്ന് ഉറക്കെ. സുബ്ഹാനല്ലാഹ്, ഇതാണ് സുബ്ഹാനല്ലാഹ്. ഇതാണ് പള്ളിയിലൊന്നും ആരും സുബ്ഹാനല്ലാഹ് അല്ലാത്തത്. ഈ കോലത്തിൽ ചെല്ലിയിട്ടാണ്. ഉറക്കെ പറയും സുബ്ഹാനല്ലാഹ്
ഈ ഭീമാ പള്ളി ഒന്ന് അനുഗ്രഹീതമാകട്ടെ. ഉറക്കെ ചൊല്ലിൽ സുബ്ഹാനല്ലാഹ്. ശബ്ദമില്ലേ? നിങ്ങൾക്ക് ആർക്ക് ശബ്ദമില്ലല്ലോ? ഉറക്കെ പറയിൻ, ഉറക്കെ പറയിൻ സുബ്ഹാനല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുകയാണ്, ഒരൊറ്റ സുബ്ഹാനല്ലാഹയുടെ മഹിമ നിങ്ങൾക്കറിയുമോ? തംലഉ ബൈന സമാഇ വൽ അർദ്. ഏഴാം ആകാശത്ത് മുതൽക്ക് ഏഴാം ഭൂമിയുടെ അടിത്തട്ട് വരെ നിറയ്ക്കുന്ന പ്രതിഫലമാണ് ഒരൊറ്റ സുബ്ഹാനല്ലാഹ് ഉൾക്കൊള്ളുന്നത് എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഒക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ ജീവിതം മുഴുവൻ ദിക്റിലാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് നമ്മുടെ സംസാരങ്ങൾ, അതുകൊണ്ടല്ലേ മഹാന്മാരാകുന്ന ആളുകൾ പറയും സംസാരിക്കുക എന്നുള്ളതല്ല ഒരു വിവരമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം. ചുമ്മാ 10 പേര് കൂടുമ്പോൾ അങ്ങ് ആവശ്യമില്ലാതെ വർത്താനം പറയാം. ചിലർക്ക് അങ്ങനെയാണ്. 10 പേര് കൂടുന്നിടത്ത് കുറച്ച് എന്തെങ്കിലും രാഷ്ട്രീയം പറയണം, എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞെങ്കിൽ വലിയ വിവരമുള്ള ആളാണെന്ന് കൗമ് ധരിക്കുമെന്നാണ്. എന്നാൽ മഹാന്മാരാകുന്ന മഹത്തുക്കൾ പറയുന്നു 10 പേര് കൂടുന്നിടത്ത് ഏറ്റവും സംസാരം കുറയുന്നവനാണ് ബുദ്ധിമാൻ. ഏറ്റവും കുറച്ച് എന്ന് പറഞ്ഞാൽ അവനാ വിവരമുള്ളവൻ. ആവശ്യമില്ലാത്ത വർത്താനത്തിന് എന്തിനാ നിൽക്കുന്നത്? അല്ലാഹു തൗഫീഖ് തരട്ടെ. ബഹുമാനപ്പെട്ട മർഹൂം തഴവ ഉസ്താദ് അവറുകൾ, എന്റെ ഉമ്മയുടെ വാപ്പ, അല്ലാഹുവിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. മഹാനവറുകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയ സമയത്ത് ആലിമീങ്ങളാകുന്ന സമുന്നതരാകുന്ന പണ്ഡിതന്മാർ അദ്ദേഹത്തെ കാണാൻ വന്നാൽ അനുവദിക്കുന്നത് 3 മിനിറ്റ് സമയം മാത്രമാണ് സംസാരിക്കാൻ. ആലിമീങ്ങൾക്ക്, സാധാരണക്കാർക്ക് 2 മിനിറ്റ്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവരുടെ ആവശ്യം കേൾക്കുക, ആവശ്യം പൂർത്തീകരിച്ചു കൊടുക്കുക. ദിക്ർ ചോദിച്ചു വരുന്നു, എന്തെങ്കിലും അമര് ചോദിച്ചു വരുന്നു, അത്തരത്തിലുള്ള സഹോദരങ്ങൾക്ക് അല്ലെങ്കിൽ ആവശ്യം പൂർത്തീകരിക്കാൻ വേണ്ടി പണം ചോദിച്ചു വരുന്നു, അവരുടെ ആവശ്യത്തിന് വേണ്ടി സമയം ചെലവിക്കുക 2 മിനിറ്റ്. ആളുകൾ ഇങ്ങനെ ക്യൂ ആണ്. അതിനുവേണ്ടി പ്രത്യേക ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്ത് കൊടുക്കുന്നത് ആലിമാണോ, നല്ല സമുന്നതനായ പണ്ഡിതനാണോ എന്ന 3 മിനിറ്റ്. അത് കഴിഞ്ഞ് അദ്ദേഹം പറയും യാ അല്ലാഹ് ഇറങ്ങിക്കോളാൻ പറയും. അല്ല ഇവിടെ ഇരിക്കട്ടെ 10 മിനിറ്റ്. മസലയാണ് ചോദിക്കുന്നത്, ഫഖഹിയായ മസലകളാണ് ചോദിക്കുന്നത്, പല വിഷയങ്ങളിലുള്ളതാകുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് വന്നിട്ടുള്ളത്. എന്ത് വിഷയമായിക്കോട്ടെ 3 മിനിറ്റിനുള്ളിൽ തീർത്തോണം. അതിനപ്പുറത്തേക്ക് പിന്നെ ചർച്ചയില്ല. യാ അല്ലാഹ് ഖല്ലി വല്ലി വിട്ടോ വിട്ടോളാൻ പറയും ആരായിരുന്നാലും. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എനിക്ക് അമൽ ചെയ്യാനുള്ള സമയമാണ് അല്ലാഹു തന്നിരിക്കുന്നത്, ഞാനിങ്ങനെ സംസാരിച്ചു കളയാൻ പാടുള്ളതല്ല. 3 മിനിറ്റ് കൂടുതൽ ആലിമീങ്ങൾക്ക് ഒരു ദിവസം കൊടുക്കൂല, പൊയ്ക്കോളാനാ പറയുന്നത്. കാരണം എനിക്കെന്റെ ജീവിതത്തിൽ അല്ലാഹു നൽകിയിരിക്കുന്ന ആയുസ് വളരെ കുറവാണ്. 60-70 വയസ്സ് മാത്രമാണ് മൊത്ത ഉമ്മത്തിൻ്റെതാകുന്ന സമുദായത്തിന്റെ ആയുസ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ലേ, അഅമാറു ഉമ്മത്തി മാ ബൈന 60 വ 70. 60ന്റെയും 70ന്റെയും ഇടയിലാണ് എന്റെ ഉമ്മത്തിന്റെ ആയുസ്. അതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെ സംസാരിച്ചുകൊണ്ട് ഈ ഭൗതികമാകുന്ന കാലഘട്ടത്തിൽ കുറഞ്ഞ ആയുസിനിടയ്ക്ക് ഞാൻ എങ്ങനെ ഈ സാധാരണക്കാരോടും ഉലമായിനോടും 3 മിനിറ്റിൽ കൂടുതൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിലകൊള്ളും? അമൽ ചെയ്യാനുള്ള എന്റെ സമയം നഷ്ടപ്പെട്ടുകൂടാ. അതുകൊണ്ട് നിങ്ങൾ പൊയ്ക്കോ, എനിക്കിതാ സുന്നത്ത് നമസ്കരിക്കണം, എനിക്ക് ദിക്ർ എടുക്കണം, എനിക്ക് ഇബാദത്ത് എടുക്കണം, എനിക്ക് എന്റെ കാര്യങ്ങൾ നിലകൊള്ളും. അങ്ങനെ ജീവിച്ചതുകൊണ്ടാണ് അവരൊക്കെ മഹത്തുക്കളായി തീർന്നത്. മനസ്സിലാക്കണം. നമ്മളാണെങ്കിലോ 10 ദിവസം ഒന്ന് ക്വാറന്റൈൻ ഇരുന്നാൽ മതി. ആരെയും സംസാരിക്കാൻ കിട്ടിയില്ലല്ലോ പഠിച്ചവനെ. പിന്നെ മൊബൈൽ ഫോൺ എടുത്ത് സണ്ണീലിയാനായിട്ട് കുറച്ചു നേരം വർത്താനം പറഞ്ഞ് അങ്ങനെ ഇരിക്കുക, അതും ഇതുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. ഇതാണ് നമ്മുടെ അവസ്ഥ. ഈ മൊബൈൽ ഉള്ളത് കൊണ്ട് പിന്നെ ക്വാറന്റൈൻ ഇരുന്നാലും കുഴപ്പമില്ല. ഹോസ്പിറ്റലിൽ ഒരുത്തം സുഖമില്ലാതെ കിടക്കുകയാണ്, അവനെ കാണാൻ പോയിരുന്നാലും അവൻ്റെ കട്ടിലേക്ക് എറിയുന്ന അവൻ്റെ മുന്തിരിയൊക്കെ വലിച്ചു കയറി തിന്ന് റാഹത്തായിട്ട് അവനെ കട്ടിലേയും താഴെ ഇടും. 10 മിനിറ്റ് അവിടെ പോയി ഇരിക്കും. പക്ഷെ അല്ലാഹ് അവനെ മൈൻഡ് ചെയ്യുന്ന പരിപാടിയില്ല. എന്തിനാണ് പോയതെന്ന് പോലും അറിയില്ല. ഇയാദത്തുൽ മരീദ് രോഗസന്ദർശനത്തിന്റെ മര്യാദ നമുക്കറിയില്ല. എത്ര കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഒരുപാട് വിഷയങ്ങൾ പഠിക്കാനുണ്ട്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു ദിവസം പോലെ അവനതാ സർവ്വ അമലുകളും രേഖപ്പെടുത്തുകയാണ്. പ്രായപൂർത്തിയെത്തിയ തലം മുതലുള്ള എല്ലാ നന്മ തിന്മകളും രേഖപ്പെടുത്തുകയാണ്.
സുബ്ഹാനല്ലാഹ്, ഒന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങൾ. എന്താ നമ്മൾ ചെയ്തു വെച്ച പ്രവർത്തനങ്ങൾ? ഒരു ദിവസത്തെ എല്ലാം അടയാളപ്പെടുത്താൻ പറയുന്നത്. പ്രായപൂർത്തിയെത്തിയ തലം മുതൽ ഇതുവരെ നീ ചെയ്ത എല്ലാ അമലുകളും എങ്ങനെ ഓർത്തെടുക്കും? അള്ളാഹു ഓർമ്മ കൊടുക്കുമെന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി. ഓർമ്മ അങ്ങോട്ട് കൊടുക്കും. അല്ലേ ഖുർആൻ പറഞ്ഞത് ഫബസറുക്കൽ യൗമ ഹദീദ്, ഇന്ന് നിനക്ക് ഉൾക്കാഴ്ച ഇട്ട് തരാൻ, ഇന്ന് മുതൽക്ക് നിനക്ക് കാഴ്ച കൂടുതലാണ്. എല്ലാ കാര്യങ്ങളും നീ മനസ്സിലാക്കാൻ തുടങ്ങും. മരണത്തോടുകൂടി ഉൾക്കാഴ്ച കൊടുക്കാൻ എല്ലാ കാര്യങ്ങളും അവന്റെ മനസ്സിലേക്ക് കടന്നു വരും. ജീവിതത്തിൽ അവന് അമൽ ചെയ്യാൻ പറ്റുന്ന അവസരങ്ങൾ ഉണ്ടായിരുന്നു, നമസ്കരിക്കാൻ പറ്റുന്ന അവസരങ്ങൾ ഉണ്ടായിരുന്നു, നോമ്പ് പിടിക്കാൻ പറ്റുന്ന അവസരങ്ങൾ ഉണ്ടായിരുന്നു, പാവങ്ങളുടെ കണ്ണീരപ്പാൻ പറ്റിയ അവസരങ്ങൾ ഉണ്ടായിരുന്നു. ഭീമാ ഉമ്മയുടെ ദർഗയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ വാവിട്ട് നിലവിളിച്ചുകൊണ്ട് തന്റെ പിഞ്ചു കുഞ്ഞിനെ മാറോടനച്ചുകൊണ്ട് അവന്റെ മുന്നിൽ വന്നുകൊണ്ട് പൊട്ടിക്കരുതാകുന്ന സഹോദരി ഉണ്ടായിരുന്നു. അവരെ സഹായിക്കാനുള്ള സന്മനസ്സില്ലാതെ പുച്ഛിച്ചു തള്ളിക്കൊണ്ട് പോക്കറ്റിൽ നിന്ന് പൈസകൾ നോട്ട് കണക്കിൽ എണ്ണിയിട്ട് അതിൽ ഒരു 5 രൂപ എടുത്തവരുടെ മുഖത്തേക്ക് എറിഞ്ഞിട്ട് അഹങ്കാരത്തോടുകൂടി കാറിൽ കയറിക്കൊണ്ട് ചീറിപ്പാഞ്ഞു പോയതാകുന്ന സഹോദരനല്ലേ നീ? ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയവനാണ്. ഖേദിക്കുകയാണ്, ദുഃഖിക്കുകയാണ്. എല്ലാ അവസരങ്ങളും അവനന്ന് പടച്ചവന്റെ മുന്നിൽ സമാപനം പറയേണ്ടി വരും. അന്നവൻ വിഷമിക്കാൻ എല്ലാ അമലുകളും രേഖപ്പെടുത്തും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ജീവിതത്തിൽ അവൻ ചെയ്തു വെച്ചതാകുന്ന ഏതൊക്കെ നന്മകളുണ്ടോ തിന്മകളുണ്ടോ എല്ലാ അമലുകളും രേഖപ്പെടുത്തുകയാണ്. കയൗമിൻ വാഹിദ്, ഒരൊറ്റ ദിവസം ചെയ്തതാകുന്ന പ്രവർത്തനങ്ങൾ പോലെ കബറിലിരുന്നു കൊണ്ട് എഴുതി തീർക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അവന്റെ ചെറുപ്പകാലം മുതൽ അവൻ ചിന്തിക്കുകയാണ്, പ്രായപൂർത്തിയെത്തിയ തലം മുതൽ എത്രമാത്രമാകാ അശ്ലീലമാക്കപ്പെട്ടതാകുന്ന സിനിമകൾ കണ്ടുപോയിട്ടുണ്ട്. നഊദു ബില്ലാഹ്. ആ കാലഘട്ടം അവന് ചിന്തിക്കുകയാണ്. അന്നിതാ വളരെ വിരളമായിരുന്നു സിനിമാ തിയേറ്ററുകൾ. ഉള്ള തിയേറ്ററിന്റെ മുന്നിൽ പോയി നിന്നുകൊണ്ട് ക്യൂ നിന്നതാകുന്ന ഘട്ടങ്ങളെ കുറിച്ച് അവൻ ചിന്തിക്കുകയാണ്. ദൂരദർശൻ ടിവിയിലൂടെ ചാനലിലൂടെ സിനിമകൾ ഞായറാഴ്ച ദിവസം വൈകുന്നേരം വരുന്നത് കാണാൻ വേണ്ടി അന്യാകുന്ന കൂട്ടുകാരന്റെ വീട്ടിലേക്കും നാട്ടുകാരുടെ വീട്ടിലേക്കുമൊക്കെ ചേക്കേറിയതാകുന്ന രാവുകൾ അവൻ മനക്കോട്ട കെട്ടുകയാ. എത്രയോ രാവുകൾ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ തനിക്ക് കൈമാറി തന്നതാകുന്ന ബ്ലൂ ഫിലിമിന്റെ സീരിയൽ ഇട്ട് കാണാൻ വിഷമിച്ചവനാണ്. അങ്ങനെ മോശപ്പെട്ട തലത്തിലേക്ക് തന്റെ കാലുകളെ കൊണ്ടുപോയവനാണ്, തന്റെ കണ്ണുകളെ മലീമസപ്പെടുത്തിയവനാ. അതെല്ലാം അവന്റെ മനസ്സിൽ കടന്നു വരികയാണ്, അതെല്ലാം അവന് കുറിക്കുകയാണ്. അതേ നിലയിൽ തന്നെ നിലകൊള്ളുമ്പോഴും ചില ആളുകൾ അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് മുഴങ്ങുമ്പോ ഹയ്യാല സ്വലാഹ് ഹയ്യാലൽ ഫലാഹ്, നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന് ബാങ്ക് മുഴങ്ങിയപ്പോ ആ നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് കയറിയവനാണ്. നമസ്കാരം 5 വഖത്ത് ചിട്ടവച്ചവനാണ്. സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിച്ചവനാണ്. റമളാൻ പരിപൂർണമായി നോമ്പനുഷ്ഠിച്ചവളാണ്. പാവപ്പെട്ടവരുടെ കണ്ണീരപ്പിക്കൊണ്ട് നിലകൊണ്ട ഒരുപാട് സുഹൃതങ്ങൾ തന്റെ ജീവിതത്തിൽ ചെയ്തു വെച്ചവരാണ്. വിശുദ്ധമായ ഖുർആൻ ഖത്മ് ചെയ്തവനാണ്. സ്വലാത്ത് അധികരിപ്പിച്ചവനാണ്. അള്ളാഹുവിന്റെ മഹത്തുക്കളെ വാഴ്ത്തിയവനാണ്. അവരുടെ മൗലിക കീർത്തനങ്ങൾ ആലപിച്ചവനാ. അള്ളാഹുവിന്റെ ഔലിയാക്കളെ ആദരിച്ചവളാണ്. ഇങ്ങനെയുള്ള ഒരുപാട് സുഹൃതങ്ങൾ ചെയ്തത് എല്ലാ നന്മ തിന്മകളും രേഖപ്പെടുത്തുകയാ. അങ്ങനെ ജീവിതത്തിൽ അവന്റെ നന്മ തിന്മകളും മുഴുവനും ഖബറിലിരുന്നു കൊണ്ട് രേഖപ്പെടുത്തുന്ന സമയമാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. എല്ലാ അമലുകളും രേഖപ്പെടുത്തിയതാകുന്ന ആ കഫൻ പുടവ അവന്റെ തോളിലേക്ക് ചുരുട്ടി അല്ലാഹു വെച്ചു കൊടുക്കുമേ. അതാണ് നാളെ മഹ്ശറയിലേക്ക് കൊണ്ടുവരിക എന്ന് വിശുദ്ധ ഖുർആൻ. വകുല്ലു ഇൻസാൻ അൽസംനാഹു ത്വാഇറഹു ഫീ ഉനുഖി വനുഖ്രിജ ലഹു യൗമൽ ഖിയാമ കിതാബൻ യൽഖാഹു മൻശൂറാ. ഇഖ്റഅ കിതാബക കഫാ بنفسك اليوم عليك حسيبا. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിവരയിട്ട്
കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ് മനുഷ്യ, നാളെ അതാണ് നിനക്ക് അല്ലാഹു നിന്റെ കയ്യിലേക്ക് നൽകുന്നതായ ഗ്രന്ഥം. വലത് കയ്യിൽ ഏട് നൽകപ്പെട്ടവർക്ക് സന്തോഷമാണ്, അവർ ആഹ്ലാദ ചിത്തരാണ്. വിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത് വമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി ഫയഖൂൽ ഹാ ഉഖറഉ കിതാബിയ ഇന്നി വനന്തു അന്നി ملاق حسابيا فهو في عيشة راضية. അവൻ വലിയ സന്തോഷവാനാണ്, കാരണം വലത് കൈയിൽ ഏട് നൽകപ്പെട്ടതാണ്. ഏതാണ് ഈ ഏട്? ഇവന് കബലിൽ നിന്നുകൊണ്ട് എഴുതിയതാകുന്ന നന്മ തിന്മകള അതെല്ലാം അല്ലാഹു ക്രോഡീകരിച്ച് അവന്റെ വലത് കൈയിലേക്ക് ഏടായി നൽകപ്പെടുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. നാളെ നീ കബറിൽ വെച്ച് എഴുതപ്പെട്ടതാകുന്ന സർവ്വ നന്മ തിന്മകളും നാളെ ഖബറിലേക്ക് പോകുന്ന വേളയിൽ, നാളെ മഹ്ശറിൽ വെച്ചുകൊണ്ട് നിന്റെ തോളത്ത് അല്ലാഹു നൽകുന്ന ഏട് ഈ ഏട് തന്നെയാണ് എന്നും വിശുദ്ധമായ ഖുർആൻ. ഇതും ചുമന്നുകൊണ്ടാണ് മഹ്ശറയിലേക്ക് വരുന്നത്. കഫം പുടവ മുഴുവൻ ചുരുട്ടി തോളത്ത് വെച്ചുകൊണ്ട് മഹ്ശറയിൽ വരും. അത് തന്നെ ഏടാക്കി നന്മയാണോ കൂടുതലുള്ളതെങ്കിൽ വലത് കൈയിൽ നൽകും, തിന്മയാണോ അധികരിച്ചതെങ്കിൽ നമ്മുടെ നെഞ്ചിങ്ങനെ തുളച്ചിട്ട് ഇടത് കൈയുടെ പിൻഭാഗത്തിലൂടെ നൽകും. സയ്യിദുനാ റസൂലുള്ളാഹി